ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ യാത്ര ചെയ്യാൻ സഖാവായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിനോട് സംസാരിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ആ ചാറ്റ് പോലും, ഞാൻ ഇത്രയും സ്ത്രീകളോട്, ഞാൻ ഈ സഖാവായ ഈ സ്ത്രീയോട് പോലും സംസാരിക്കുന്നു, അവരെൻ്റെ ചാറ്റിങ്ങിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് കേമത്തം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹണി ഭാസ്കരൻ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീലങ്കയിൽ യാത്ര പോകാൻ ഒരു MLA ആയ ഒരു വ്യക്തിക്ക് ഹണി ഭാസ്കറിനോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചത്. അപ്പോഴും മറുവശത്തായിരുന്നു കൂടുതൽ ആളുകൾ അവരെ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് ഒരു സ്ത്രീ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു, അവർ മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നു, പിന്നെ നിയമം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വെട്ടുക്കിളി കൂട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ത്രീകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐഡൻറ്റിറ്റി പോലും വ്യക്തമാക്കുന്ന രീതിയിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായില്ലേ? അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചാനലുകാരെന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് റേറ്റിംഗ് കൂടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ? ഒരുപാട് ആളുകളില്ലേ ഇതിൻ്റെ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ. ആ ഒരു നന്ദി നിങ്ങൾ പോലും, ചാനലുകാർ പോലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വിഭാഗത്തിലുള്ള ആളുകളോട് കാണിച്ചിട്ടില്ല. പിന്നെ ഈ സമൂഹം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ സമൂഹം ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീയെ ഏറ്റവും മോശമായ സ്ത്രീയായിട്ട് അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സുകാരെയാണ് താങ്കൾ. ഇന്നിപ്പോൾ പ്രചരണത്തിന് പോയിട്ടാണ് വരുന്നത്? ഞാൻ ഇന്ന് രാവിലെ മുതൽ പ്രചരണത്തിന് പോയിട്ടാണ് വരുന്നത്. ബേപ്പൂര് ഞാൻ സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയാണ്. ബേപ്പൂര് ശ്രീ മുരളി എന്ന് പറയുന്ന സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയുണ്ട്. പാളയത്ത് അൻവറ തെക്കോത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ ഭാരവാഹിയുണ്ട്. ശ്രീജ സുരേഷ് എന്ന് പറയുന്ന കാരപ്പറമ്പ് ഈസ്റ്റിൽ ഭാരവാഹിയുണ്ട്. ഇന്ന് രാവിലെ മുഴുവൻ സംസ്കാര സാഹിതിയുടെ ഞങ്ങളടങ്ങുന്ന എല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും നേരം എടുത്തിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് പറയുന്നത്. കാരണം കോൺഗ്രസിൽ ഇനിയും സ്ത്രീകൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. എനിക്കെപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആക്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയെ കളങ്കപ്പെടുത്തിയത് ഇവിടെ പരാതിപ്പെടുന്ന സ്ത്രീകളല്ല, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അർഹമല്ലാത്ത രീതിയിൽ MLA ആക്കിയിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയിട്ടും എല്ലാവിധ പദവികളും നൽകി കൊണ്ട് നടന്നിട്ട് ഒരു പരാതിയും പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു പരാതിയും വന്ന് ഒന്ന് അടങ്ങിയ പോലും അദ്ദേഹം എന്താ ചെയ്തത്? സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഈ ഇരകളായ സ്ത്രീകളെ കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്തത്? അതിനുള്ള പ്രതികരണമല്ലേ ഇപ്പോൾ ശക്തമായിട്ട് സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ നടക്കുന്ന സംഭവ വികാസങ്ങളും ഈ പരാതികളും അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പരിപാടികളൊക്കെ ഷാഫിക്കും അറിവുണ്ട്, ഷാഫിയുടെ അറിവോട് കൂടിയിട്ടാണ്. ഷാഫിയുടെ അറിവ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ്, ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ